ഈ ഓണക്കാലം കളർഫുൾ ആകും. കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ കളക്ഷൻസുമായി BTS വെഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണക്കാലത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചിവൈവിധ്യങ്ങൾ നുകരാൻ BTS ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുള്ളായി ആഘോഷിക്കാം. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. BTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. പാണ്ടിക്കാട് കക്കുളം വേങ്ങശ്ശേരി ശ്രീ ദുർഗാ വിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനുള്ളിലെ തിടപ്പള്ളിയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് തിടപ്പള്ളിയിൽ മോഷണം നടന്നതായി കണ്ടത്. തുടർന്ന് ക്ഷേത്രം ജീവനക്കാരെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. നിലവിളക്കുകൾ, ഓട്ടുരുളികൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ തിടപ്പള്ളിയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇതിൽ ഏതാനും നിലവിളക്കുകളും അനുബന്ധ സാധനങ്ങളുമാണ് മോഷണം പോയിട്ടുള്ളത്. പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം നടത്തി. മുൻപും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് രാവിലെ ക്ഷേത്രം മേൽശാന്തി കണ്ണൻ തിരുമേനി വന്ന് അമ്പലം തുറക്കാൻ വേണ്ടി വന്ന് തിടപ്പള്ളിയിലാണ് ഈ നേരത്തിനുള്ള പാത്രങ്ങളൊക്കെ വയ്ക്കാറ്. വിളക്ക് അങ്ങനെ. അപ്പോൾ തിടപ്പള്ളിയാണ് ആദ്യം തുറക്കുക. അപ്പോൾ തിടപ്പള്ളി തുറക്കാൻ നോക്കുന്ന സമയത്ത് തിടപ്പള്ളിയുടെ പൂട്ട് പൊളിച്ച് കണ്ടു. അപ്പോൾ ആ സമയത്ത് അത് കണ്ട ഉടനെ പുള്ളി പിന്നെ അതിൽ തൊട്ടില്ല. കാരണം തൊട്ട് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് അതിൽ തൊടാതെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിവരം അറിയിച്ചു. കമ്മിറ്റിക്കാർ എല്ലാവരും സ്ഥലത്തെത്തി. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞു. ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഭണ്ഡാരം. പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് കാര്യമായിട്ട് നഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അതിന് മുകളിൽ കൂടി ഒരു കോണി വെച്ച് ഞങ്ങൾ കയറി നോക്കി. അപ്പോൾ വലിയ വിളക്കുകൾ, കുറച്ച് വിളക്കുകളുണ്ട്. അത് അവിടെ കാണാനില്ല മുകളിൽ നോക്കുമ്പോൾ. മാത്രമല്ല ചകിരി ഒക്കെ ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാക്ക് എടുത്തിട്ടുണ്ട്. വേറെ ചാക്ക് അവിടെ കിടന്നു, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ കൈക്കോട്ട് കിടന്നായിരുന്നു, അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ടൂൾസൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കണേ. കാരണം അവർ ഇവിടെ നിന്നുള്ള ടൂൾസ് എടുത്തിട്ടാണ് അവർ വാതിൽ പൊടിച്ചത്. പിന്നെ ചാക്ക് കൂടി അവർ കൊണ്ടുവന്നില്ല. അപ്പോൾ അതിന് അങ്ങനത്തെ ആൾക്കാരാണ്. ഇനി പോലീസുകാർ വന്നിട്ട് അവർ എൻക്വയറി നടത്തിയിട്ടേ, ഈ വിളക്കായതുകൊണ്ടേ മിക്കവാറും വിളക്കിൻ്റെ പേരിൽ അമ്പലത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.